ഞാനോ അഭിജിത്തോ അഭിംവർക്കയോ ജിൻഷാദോ അനുതാജോ വിഷ്ണുവോ മറ്റോ ആരും തന്നെയും ഞങ്ങളുടെ ആരുടെയും പേരിൻ്റെ ചേരെ പറഞ്ഞു കേൾക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഈ യോഗത്തിനകത്ത് വെച്ച് പേര് ആവശ്യപ്പെടാനോ തീരുമാനിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിനകത്ത് ആരുടെയും പേര് വെച്ചും ഒരു നിയോജകമണ്ഡലം വെച്ചും ഞങ്ങളൊരു ചർച്ചയും നടത്തിയിട്ടില്ല. മാധ്യമങ്ങളിൽ നിന്ന് വരുന്നത് പോലെയുള്ള നമ്പറും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അതല്ല, ഞങ്ങൾ അങ്ങനെ ഒരു നമ്പർ എന്നുള്ളത് നിശ്ചയിച്ചിട്ടുമില്ല. അപ്പോൾ ആ നമ്പർ ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങളുടെ ക്ലെയിം കുറയ്ക്കുന്നതാണെങ്കിലും ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ ഇടയിൽ മത്സരിക്കാനുണ്ടെങ്കിലും അപ്പോൾ അതുകൊണ്ട് ആ നമ്പർ ആര് തന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ആ പേരുകൾ ആര് തന്നതെന്ന് അറിയില്ല. ആ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ തന്നെ പേര് വെച്ച് ചോദിക്കാനും ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടില്ല. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത് AICCയുടെ സെക്രട്ടറി മനീഷ് ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകളാണ്. സംഘടനാപരമായ കാര്യങ്ങളാണ് തീരുമാനിച്ചത്, സമരപരിപാടികളാണ് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് വലിയ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ മിഷൻ 2025-ൻ്റെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രമേയത്തിൽ അതിനെ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ മിഷൻ 2026-ന് ആരംഭം കുറിച്ച KPCC നേതൃത്വത്തിൻ്റെ നടപടിക്രമങ്ങളെ വളരെ പോസിറ്റീവായി തന്നെ യൂത്ത് കോൺഗ്രസ് നോക്കിക്കാണുകയും അതിൻ്റെ ഭാഗമായി നടത്തുന്ന എല്ലാ പ്രചരണ പരിപാടികളിലും യൂത്ത് കോൺഗ്രസിൻ്റെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുകയും തീരുമാനിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ശബരിമല വിഷയം മാത്രമല്ല, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ കൊള്ള ചെയ്യുന്ന ഈ സർക്കാരിൻ്റെ നടപടികളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നിയമസഭാ മാർച്ചും അതോടൊപ്പം തന്നെ വിപുലമായ രീതിയിൽ താഴെ തലം വരെ നടപ്പിലാക്കേണ്ടുന്ന സംഘടനാ പരിപാടികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പ്രാഥമികമായി തീരുമാനിച്ചത്. ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് ലക്ഷ്യ 2026 എന്ന പേരിൽ തന്നെ KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടന്നതുപോലെ തന്നെയുള്ള അവതരണത്തോടു കൂടി തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവുമാണ് ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ചെറുപ്പക്കാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കാൻ പരിഗണിക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെടാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നേരെ തിരിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തയിൽ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളും ആ പറയുന്ന പേരുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാനോ അഭിജിത്തോ അഭിംവർക്കയോ ജിൻഷാദോ അനുതാജോ വിഷ്ണുവോ മറ്റോ ആരും തന്നെയും ഞങ്ങളുടെ ആരുടെയും പേരിൻ്റെ ചേരെ പറഞ്ഞു കേൾക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഈ യോഗത്തിനകത്ത് വെച്ച് പേര് ആവശ്യപ്പെടാനോ തീരുമാനിച്ചിട്ടില്ല. ഒരു വാർത്ത കണ്ടത് പിന്നെ എനിക്ക് ഒരു സീറ്റ് ആവശ്യപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ആവശ്യപ്പെടാൻ വേണ്ടിയുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീറ്റല്ല ഞങ്ങൾ ഇന്ന സീറ്റിലെ അത് പാർട്ടികളെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഏത് സീറ്റിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ആരെങ്കിലുമൊക്കെ മത്സരിക്കാൻ അവസരം തന്നാൽ അവരെവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ്. സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കപ്പെടേണ്ടുന്ന ചെറുപ്പക്കാരായ ആളുകളുടെ പട്ടിക സ്വാഭാവികമായിട്ട് ഞങ്ങൾ കൈമാറും. അത് ആദ്യഘട്ടത്തിൽ തന്നെ ചില പേരുകളായിട്ട് കൈമാറുകയല്ല, വിവിധ പ്രോസസ്സുകളിലൂടെ അതിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന ആളുകളെയാണ് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടി തലത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ വേണ്ടി പോകുന്ന മുന്നണിയാണ് UDF എന്ന് പറയുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഭരണമുന്നണിയായി മാറാൻ പോകുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പരിഗണിക്കപ്പെടുന്ന ആളുകളിൽ പ്രാതിനിധ്യത്തിന് കൃത്യമായ സ്ഥാനം കൊടുക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ള റെപ്രസെൻറ്റേഷൻ ഒരു വലിയ പ്രശ്നമാണ്. ആ റെപ്രസെൻറ്റേഷൻ കൃത്യമായി തന്നെ പാലിക്കാൻ വേണ്ടി സാധിക്കണം. അത് യുവാക്കളുടെ പ്രാതിനിധ്യം മാത്രമല്ല, വിവിധ സോഷ്യൽ സെക്ടറിൽ നിന്നുള്ള എല്ലാ വിധത്തിലുള്ള പ്രാതിനിധ്യവും ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ ഭരണത്തിൽ ഞങ്ങളുടെ ശബ്ദമായിട്ട് അതുണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ വിവിധ വിഭാഗങ്ങളിലെ ജനപ്രതിനിധികൾ UDF-ൻ്റെ നിയമസഭാംഗങ്ങളായിട്ടുണ്ടാകണം എന്നുള്ള, മത്സരിക്കാൻ സീറ്റ് നൽകണമെന്നുള്ളതല്ല, മത്സരിക്കാൻ അവർക്ക് വിജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ നൽകണമെന്നുള്ളത്. അപ്പോൾ നിയമസഭാംഗത്വം ആണ് പ്രാതിനിധ്യത്തിൽ ഉറപ്പുവരുത്തേണ്ടത്, സ്ഥാനാർത്ഥിത്വത്തിലല്ല എന്നതാണ് ഞങ്ങളൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് ഇന്ന സീറ്റ് ഇന്ന ആൾക്ക് ഇത്ര ആളുകളുടെ പേരുകൾ ഞങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ എത്രയോ ഭാരവാഹികളുണ്ട്, അതിൽ 10-16 ആളുകളുടെ പേര് മാത്രം ഇങ്ങനെ ഇന്ന സീറ്റ് എന്ന് പറഞ്ഞ് നമ്പറിട്ടോ അക്കമിട്ടോ പേരിൻ്റെ നേരെ സീറ്റ് എഴുതിയോ ഒന്നും കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുമില്ല. അതിൻ്റെ ചർച്ചയുടെ ഘട്ടത്തിലേക്കൊക്കെ കടക്കുന്നേ ഉള്ളൂ. അങ്ങനെ കടക്കുന്ന ഘട്ടത്തിൽ കൃത്യമായി തന്നെ യൂത്ത് കോൺഗ്രസിന് ചൂണ്ടിക്കാണിക്കാനുള്ള ചെറുപ്പക്കാരുടെ പേരുകളൊക്കെ തന്നെ പാർട്ടി നേതൃത്വത്തിന് സമർപ്പിക്കും. അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, ഹൈക്കമാൻഡാണ്. അതിൻ്റെതായ സമയത്ത് അതിൻ്റെതായ രീതിയിലുള്ള പ്രോസസ്സിൻ്റെ ഭാഗമായി പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളായി തന്നെ എല്ലാവരും സജീവമായ പ്രചരണ രംഗത്തുണ്ടാകും.